പുറത്തേക്ക് പോവാ. ഇൻസ്റ്റാഗ്രാമില് സബ്സ്ക്രിപ്ഷനിലൂടെ ഒരുപാട് കാശ് വാരുന്ന ഒരു താരമാണ്, ഇൻസ്റ്റാഗ്രാം താരമാണ്, സോഷ്യൽ മീഡിയ താരമാണ് തുമ്പി. വളരെ പെട്ടെന്നായിരുന്നു തുമ്പിയുടെ വളർച്ച. തുമ്പി അത്യാവശ്യം ക്ലീവേജ് ഒക്കെ കാണിച്ചിട്ടുള്ള റീൽസ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 10 സെക്കൻഡ് കൊണ്ട് വൈറലാവണ സംഭവില്ലേ? പിന്നെ കുറ്റം പറയും ആരെങ്കിലും. ഓക്കെ, അതെ, 10 സെക്കൻഡ് കൊണ്ട് വൈറലാകുന്ന സംഭവം എന്താണെന്ന് മാമൻ ചോദിക്കുന്നു. ഈ മാമനാണ് കൂടെ കൊണ്ട് നടന്ന് ഈ വക വീഡിയോസൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഈ മാമൻ ചോദിക്കുന്നു 10 സെക്കൻഡ് കൊണ്ട് വൈറലാകുന്ന സംഭവം ഒന്ന് കാണിക്കാൻ. അപ്പം തുമ്പി ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം തുമ്പിയുടെ ഈ ഇതൊന്നും കണ്ടിട്ടല്ല ഈ 10 സെക്കൻഡ് കൊണ്ട് വൈറലായിട്ടുള്ളത്. അപ്പം തുമ്പിയുടെ എന്ത് കണ്ടിട്ടാണ് വൈറലാവുന്നത്? അപ്പം തുമ്പി ഇങ്ങനത്തെ ഉള്ള ക്ലീവേജൊക്കെ കാണിച്ചുകൊണ്ടിട്ടുള്ള റീൽസുകളാണ് തുമ്പി കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തുമ്പി ഇരിക്കുന്ന കണ്ട, തുമ്പിയുടെ ഡ്രസ്സിങ് കണ്ട, ഇതിനെക്കാട്ടിലും കുറച്ച് വൾഗറായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ എന്തായാലും പറ്റുന്നത്ര എക്സ്പോസ് ചെയ്യാനായിട്ട് ഈ തുമ്പിയും മാമനും കൂടി ശ്രമിക്കാറുണ്ട്. അപ്പം അത് കണ്ടിട്ടാണ് ഈ പെട്ടെന്ന് വൈറലാവുന്നത്, 10 സെക്കൻഡ് കൊണ്ടൊക്കെ വൈറലാകുന്നത് അത് കണ്ടിട്ടാണ്. അപ്പം അല്ലാതെ ഇതൊന്നും കണ്ടിട്ടല്ല ഈ വൈറലാകുന്നത്. അത് അവർക്കും അറിയാം. പിന്നെ ഈ പട്ടി ഷോ ലാസ്റ്റ് പറഞ്ഞ ആ വാചകം ഉണ്ടല്ലോ, പറയുന്നവർ പറയട്ടെ എന്ന്, പറയുന്നവർ പറയട്ടെ, ഞങ്ങൾക്ക് പണം മതി എന്നും പറഞ്ഞ് മാത്രമാണ് ഈ തുമ്പിയും മാമനും ഈ സോഷ്യൽ മീഡിയയിലോട്ട് അരങ്ങേറിയത്. അപ്പോൾ അതെന്തായാലും സഫലമായിട്ടോ. കാരണം 10-15 ലക്ഷം മാസം 15 ലക്ഷത്തോളം വരുമാനമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ പറയാൻ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ഈ തുമ്പിക്കുട്ടിയുടെ ഈ മാമൻ്റെയും ഈ 15 ലക്ഷം വരുമാനമുണ്ടായിരുന്ന അക്കൗണ്ട് അടിച്ചുപോയി. അപ്പം ആ ഒരു വിവരം വിഷമത്തോടെ നമ്മുടെ തുമ്പിക്കുട്ടി പറയുന്നതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഐഡിയും അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ പോയി. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഐഡി ഓൾറെഡി ഒരു വട്ടം ഹാക്ക് ആയതാണ്. പോയത് പോട്ടെ, എന്തായാലും ഇനിയിപ്പോൾ സങ്കടമോ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം എന്താ പറയുക, ഒന്ന് പോയി കഴിഞ്ഞാൽ വേറൊരു വഴി തുറക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാം ശരിയാകും. ആ ഒരു പ്രതീക്ഷയിൽ അങ്ങനെ പോണു. പിന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് പേരുണ്ട്, അവരോട് ഇന്നും സ്നേഹം മാത്രം. 5 ലക്ഷം മിസ്സായി അന്നാണ് ഞങ്ങൾക്ക് ഐഡി മിസ്സായത്. അപ്പം എന്തായാലും സങ്കടമുണ്ട്. പോയത് പോട്ടെ. പിന്നെ ഞാനിപ്പോൾ പുതിയതായിട്ട് ഒരു ഐഡി ഫേസ്ബുക്കിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. തുമ്പീസ്.1 എന്നാണ് ഐഡിയുടെ പേര്. പറ്റുന്നവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട്. അപ്പോൾ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനലാണ്, ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ചാനലാണ് അടിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുമ്പേ ഒന്ന് ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചു പിടിച്ച അക്കൗണ്ട് ആയിരുന്നു. അതിനുശേഷമാണ് 5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടാകുമ്പോൾ ഇവരുടെ വരുമാനം 15 ലക്ഷത്തിനൊക്കെ മേലെയാണ്. 15 ലക്ഷം എന്നൊക്കെ ഇവർ പറയുന്നെങ്കിലും അതിന് മേലെ വരുമാനമുണ്ട്. കാരണം നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള, അതായത് നമ്മുടെ പെയ്ഡ് വീഡിയോ, ആ ഒരു മെമ്പർഷിപ്പ്, അപ്പം അങ്ങനെ കാശുണ്ടാക്കുന്ന ഒരു താരം തന്നെയാണ് ഈ തുമ്പി എന്ന് പറയുന്നത്. അപ്പം തുമ്പിയുടെ വീഡിയോസ് എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്ലീവേജ് വീഡിയോ ആണ് കൂടുതലും, അത് തന്നെയാണ്. അപ്പം പുറത്ത് പോകുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും അങ്ങനെ പല ടൈപ്പ്, ട്രാവല്, ഫുഡ് കഴിക്കുന്നത്, അങ്ങനെ പല ടൈപ്പ് വീഡിയോസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം മെയിൻ സംഭവം ഈ ക്ലീവേജ് കാണിക്കുക എന്നുള്ളതാണ്. അപ്പം അത് കാണാനാണ് ഇത്രയധികം ആൾക്കാർ ഫോളോ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള അക്കൗണ്ട് പോയിരിക്കുകയാണ്. അപ്പം അതിൽ വിഷമമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വേറെ ഐഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയധികം ഫേമസ് ആയതുകൊണ്ട് അത് ക്ലിക്കാകാൻ വളരെ താമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അത് ക്ലിക്കായിക്കോളും. ക്ഷീണിച്ചു പോയല്ലോ, നീ ആകെ വാടി കുറഞ്ഞല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. വെയിഞ്ഞ് കേറി ചാടി മറിഞ്ഞിട്ടൊക്കെ പോയിരുന്നു. ഇഷ്ടായില്ലേ? നല്ല ഇഷ്ടമായിട്ടോ. നമുക്ക് ഇനി എന്തായാലും വരണം, മഴക്കാലത്തും കൂടെ വരണം. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും കണ്ടിന്യൂ ചെയ്യണം. ഇത്ര നാളായിട്ട് കുറച്ചൊന്ന് ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ വീണ്ടും സജീവമായിട്ട് വരുന്നതായിരിക്കും. ഈ തുമ്പി എന്നൊക്കെ ആൾക്കാർ സെർച്ച് ചെയ്ത് നോക്കും. അപ്പം ഒരു ഐഡി പോയെങ്കിൽ 9 ഐഡി തുറക്കാനുള്ള ഓപ്ഷൻസ് ഫേസ്ബുക്കിലുണ്ട്. അപ്പം ഫേസ്ബുക്കിൽ ഒരു ഐഡി തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലിക്കാകും. അതിന് വലിയ താമസമൊന്നുമില്ല. അതും പ്രത്യേകിച്ച് ഇതുപോലെ പേരെടുത്ത ഒരാളാണെങ്കിൽ. ഈ തുമ്പിയും മാമിനെയൊക്കെ എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കുന്ന ഒരു കോണ്ടന്റ് തന്നെയാണ്. അപ്പോൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഇങ്ങനെയാണ് കിട്ടുന്നത്. പെട്ടെന്നായിരുന്നു ഇവരുടെ വളർച്ച. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നും തളരാതെ വെച്ചടി കയറ്റം എന്നുള്ള രീതിയിലായിരുന്നു. എന്തോ ഒരു ബിസിനസ്, ഡ്രൈ ഫ്രൂട്ടിൻ്റെ എന്തോ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ വരെ അടിച്ചു പോയിരിക്കുകയാണ്. അപ്പം ചെറിയൊരു വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഫീനിക്സ് പക്ഷിയെ പോലെ ഞാൻ ഉയർത്തെഴുന്നേക്കുമെന്നാണ് തുമ്പി പറയുന്നത്. പെട്ടെന്ന് തന്നെ പുതിയ ഐഡി
സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അതിൽ പെട്ടെന്ന് തന്നെ കയറിക്കോളും, ഫോളോവേഴ്സ് കയറിക്കോളും. അതുകൊണ്ട് ആ വക കാര്യത്തിൽ വലിയ വിഷമമൊന്നും വേണ്ട. അപ്പം ആദ്യം ചാനൽ പോയത് നമ്മുടെ പർപ്പിളിൻ്റെയാണ്. പർപ്പിളും രണ്ടാമതൊരു ഐഡി തുടങ്ങിയിട്ടുണ്ട്. പർപ്പിളും ഇതുപോലെ ഒരു ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പൂർവാധികം ശക്തിയോടെ ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ്. ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടായിരുന്നത് പർപ്പിളിനായിരുന്നു. 1 കോടി രൂപയ്ക്ക് അടുത്തുള്ള വരുമാനം ഉണ്ടായിരുന്നു പർപ്പിളിന്. അപ്പം അത് ഹാക്ക് ചെയ്തതാണെന്നാണ് പർപ്പിളിൻ്റെ അവകാശവാദം. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ തുമ്പിക്കും സംഭവിച്ചിട്ടുള്ളത്. ഹാക്ക് ചെയ്തതാണോ ഇനി അടിച്ചു പോയതാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും ഒന്നല്ല 2 ഐഡിയാണ് തുമ്പിയുടെ ഇവിടെ പോയിട്ടുള്ളത്. കുറച്ചൊക്കെ ആൾക്കാർക്ക് ഇതിൽ സന്തോഷമുണ്ട് കേട്ടോ. കാരണം അമ്മാതിരി വൃത്തികേടുകളാണ് തുമ്പിയുടെ ഐഡിയയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന നമ്മളുടെയൊക്കെ വീട്ടിലുള്ള കുട്ടികളാണേലും യുവാക്കളാണേലും എല്ലാം, നമ്മളെന്ന് പറയുമ്പോൾ എല്ലാവരും അടങ്ങുമല്ലോ, എല്ലാവരുടെയും വീട്ടിലുള്ള കുട്ടികളും യുവാക്കളുമൊക്കെ ആണല്ലോ ഇവരുടെയൊക്കെ ഫാൻസ്. അപ്പം ഇവരൊക്കെയാണ് ഈ പൈസ അടച്ച് ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവരെ. അപ്പം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഓരോന്നായിട്ട് അടിച്ചു പോവുക. സത്യം പറഞ്ഞാൽ ഇതിനേക്കാട്ടിലും വൃത്തികേട് കാണിക്കുന്ന അടിച്ച് ആദ്യം പോകേണ്ട ഐഡിയ ഉണ്ട്. അതായത് ആദ്യം പോകേണ്ട ഐഡിയ ഈ കാമവാഹിനി എന്നൊക്കെ പറയുന്ന അവളൊക്കെ കാണിക്കുന്ന വൃത്തികേടുകൾ, അവളുടെയൊക്കെ ഐഡിയാണ് ആദ്യം പോകേണ്ടത്. എനിക്ക് തോന്നുന്നു പതുക്കെ ഇതുപോലെ പോകുമായിരിക്കാം. ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതിനകത്തൊക്കെ ഇനി എത്രയധികം ഫോളോവേഴ്സ് വന്നെന്ന് പറഞ്ഞാലും അതൊന്നും ശാശ്വതമല്ല. ഈ പറയുന്ന നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കമൻറ്റ് എന്നറിയോ, നീയൊക്കെ വിഷമിക്കണേ നിൻ്റെയൊക്കെ ഐഡിയും പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഐഡി പോയാൽ ഈ പറഞ്ഞ പോലെ 1 പോയ 9 എന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങും. പിന്നെ നമ്മൾ ക്ലീവേജ് ഒന്നും കാണിച്ചിട്ടുള്ള വീഡിയോസ് ഒന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സപ്പോർട്ടും കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഐഡി പോയാലും നമ്മൾ അടുത്ത ഐഡി തുടങ്ങും. പിന്നെ ഈ പറയുന്ന പോലെ ഈ 15 ലക്ഷം 1 ലക്ഷം പോയിട്ട് ഒരു 50,000 പോലും നമുക്ക് ഇതിനകത്തുനിന്ന് ഏണിങ്സ് കിട്ടുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഐഡി പോയെന്ന് കരുതിയിട്ട് അത്ര വലിയ വിഷമങ്ങളൊന്നുമില്ല. നമ്മൾ അടുത്ത ഐഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് പറയാനുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ ഇതുപോലെ പങ്കുവെച്ചുകൊണ്ടേയിരിക്കും. ഇനി ആരൊക്കെ എത്രയൊക്കെ നമ്മുടെ കമൻറ്റിൽ വന്ന് കുറച്ചെന്ന് പറഞ്ഞാലും ഒട്ടും പിന്നോട്ട് മാറത്തില്ല. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് പറയാൻ പറ്റാത്ത, കൂടുതലും വീട്ടമ്മമാരാണ് കേട്ടോ, അവർക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ തൻ്റെ അടുത്തോടെ നമ്മുടെ ഐഡിയയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് പേരെങ്കിലും ഉണ്ട് ഇതുപോലെ ഇഷ്ടപ്പെടുന്ന അമ്മമാർ. അപ്പം അവരുടെ സപ്പോർട്ട് മാത്രം മതി നമുക്ക്. ഈ പറയുന്ന ലക്ഷങ്ങളൊന്നും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുമില്ല. ഇനിയിപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടുമല്ല നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ തുമ്പിയെപ്പോലുള്ളവരൊക്കെ ഒന്ന് കരുതിയിരുന്നു, ഇതുപോലെ ഐഡി പോകാതെ നോക്കിക്കോ. ഇപ്പോൾ ഈ തുമ്പിയെപ്പോലുള്ളവരുടെയൊക്കെ അവകാശവാദം പെട്ടെന്ന് റീച്ച് കിട്ടാനായിട്ട് ഞങ്ങളല്ലാതെ ചെയ്ത വീഡിയോ കാണില്ല. എത്ര പേരുണ്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇതിൽ തന്നെ കൊടുക്കാം, നല്ല വീഡിയോസ് ചെയ്യുന്ന, നല്ല കഴിവുകളുള്ള, അവരുടെ കഴിവുകൾ കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വളർന്നു വരുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഒരു ക്ലീവേജും കാണിച്ചിട്ടില്ല, ഒരു മോശം വീഡിയോയും കാണിച്ചിട്ടില്ല, ഒരു സമൂഹത്തിന് ദോഷമായിട്ടുള്ള ഒരു കാര്യവും കാണിച്ചിട്ടില്ല. അവരാരും വൈറലായിട്ടുള്ള, അവരുടെ കഴിവുകൾ കൊണ്ട് വൈറലായവരാണ്. പിന്നെ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടത്തില്ല, കുറച്ച് താമസം എടുക്കും. അപ്പം അങ്ങനെ വൈറലായ ഒരുപാട് പേരുണ്ട്. അപ്പം അതുപോലുള്ളവരെ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ഈ ക്ലീവേജ് കാണിച്ചിട്ട് ഈ പണം ഉണ്ടാക്കാൻ നടക്കുന്ന ഇതുപോലുള്ള ഐറ്റംസിനെയല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇതുപോലുള്ള ഐറ്റംസ് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് തന്നെ നമ്മുടെ യുവാക്കളെയും ചെറിയ കുട്ടികളെയും നമ്മുടെ പുതുതലമുറയെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നമ്മുടെ നാട് നശിച്ചത് കൊണ്ട് ഇവർക്കൊന്നുമില്ല, ഇവർക്ക് പണം കിട്ടിയാൽ മതി. നമ്മളിതൊക്കെ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ വലിച്ചു നീട്ടുന്നില്ല. അങ്ങനെ തുമ്പിയുടെ ഐഡി 1 അല്ല 2 ഐഡി പോയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ക്ലീവേജ് കാണിച്ച് പണം ഉണ്ടാക്കാൻ വരുന്ന ചേച്ചിമാരുടെയൊക്കെ ഐഡികൾ പോകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പോകട്ടെ, കാരണം വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ചേച്ചിമാരൊന്നും അല്ല വലുത്. നമുക്ക് പുതിയ തലമുറയാണ്, കുട്ടികളാണ്, യുവാക്കളാണ്. ഈ ഒരു നമ്മുടെ സമൂഹം നശിക്കാതിരിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോരാടുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.